വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഡേ 1 അറ്റ് കൊച്ചി ഞങ്ങളൊരു നമ്മൾ ട്രാവലിങ്ങിന് പോകാൻ മുമ്പ് കുറേ ട്രാവൽ എസെൻഷ്യൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് ഒക്കെ ഉണ്ട്. അപ്പം മെയിനായിട്ട് ഇന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. നാളെ രാവിലെ കാലിക്കറ്റ് പോകുന്നുണ്ട്. ഹായ് ചൊല്ലുക. അതെ, അപ്പൊ അവള് റെഡിയായി. അപ്പൊ ഞങ്ങള് ഇന്നത്തെ മെയിൻ പരിപാടി അപ്പൊ ഈ ഒരു ഷോപ്പിംഗ് ഒക്കെയാണ്. പിന്നെ നമുക്ക് ഷിപ്പ് ഷെഡ്യൂൾ ഇങ്ങനെ മാറി മാറി വന്നതുകൊണ്ട് തന്നെ ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. കാലിക്കറ്റിലേക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റില്ല. കാലിക്കറ്റിൽ നിന്നാണ് നമുക്ക് കാറുള്ളത്. അപ്പോൾ കാലിക്കറ്റ് വരെ എത്തുന്നതാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ പീക്ക് സീസൺ ആണല്ലോ, ഇന്ന് 23rd ഡിസംബർ ആണ്. അപ്പോൾ പീക്ക് സീസൺ ആണ്, ഹോളിഡേയ്സ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ എല്ലാം ബുക്ക്ഡ് ആണ്. അപ്പോൾ ജീനയും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏയ് റെഡിയായാ? ഓക്കെ ജീനെ ഡോറ കാണ്ടി ഒരു പാട്ട് പാടിക്കോട്. അപ്പൊ പറഞ്ഞ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണുന്ന ആൾക്ക്. ആ ഷെയ്ഡ് കൊള്ളാലോ. ഞാനിന്ന് ഇട്ടിരിക്കുന്നത് പുതിയ ഷെയ്ഡാണ്. എന്റേത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു പിങ്കിഷ് ഷെയ്ഡ് അല്ലേ? ആ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതില് നല്ല ലൈറ്റ് ഉണ്ട് വീട്ടില്. അതാണ് ലൈറ്റ്. ആ ഭയങ്കര നന്ദി പറയാം കടപ്പാട് നന്ദി മാത്രമേ ഉള്ളൂ. സത്യവന ഈ വീട് ഇപ്പൊ കിട്ടിയത് ഭയങ്കര സന്തോഷം. ഞങ്ങള് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഞങ്ങള് ട്രാവലിങ്ങിന്റെ ഭാഗമായിട്ട് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി സംഭവങ്ങളൊക്കെ ആയിരുന്നു നോക്കി വെച്ച. അപ്പൊ ഈ ഒരു വീട് വന്നത് കൊണ്ട് നമുക്ക് എക്സ്പെൻസ് കുറഞ്ഞു. ഇതെന്താ എതിലിനല്ലേ? എതിലും കാരണം നാശനഷ്ടം. ഇവള് നമ്മുടെ അപ്പൊ എതിലിനില്ലേ, അവൾക്കൊരു ലിപ്സ്റ്റിക് ഒക്കെ കാണുമ്പോ ഒരു വല്ലാത്തൊരു ഒബ്സഷൻ ഉണ്ട്. ഇന്നലെ നോക്കുമ്പോഴത്തേക്ക് ജീനയുടെ ഐക്കോണിക്കിന്റെ ഇത് എടുത്തിട്ട് കൺമഷി എടുത്തിട്ട് ഇവള് ലിപ്സ് മൊത്തം ഇങ്ങനെ കറയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് അപ്പൊ ഇവരൊക്കെ റെഡിയാവുന്നത് ലുലു പോവാനാണ്. എനിക്ക് വേറെ പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. പരിപാടി എന്താന്ന് പറയും. അപ്പോ ഞങ്ങൾ ബാക്കി ഈ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്കപ്പോൾ കാണാട്ടോ. എതിലിനോ ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ചു പോയി. പക്ഷേ ഞാൻ നിങ്ങളെല്ലാം കഴിഞ്ഞു ചെയ്ത ഷോപ്പിങ് ഇല്ലേ? ഞാൻ വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് പെണ്ണില്ലേ അതുകൊണ്ട് അതിനോട് ഇത് സ്കാൻ ചെയ്യാനുള്ളില്ലേ കുറെ സമയം എടുക്കും. അതിന് സമയം എടുപ്പാങ്കിൽ കഴിയാൻ ഞാൻ പെണ്ണ് വേണ്ടിക്കൊടുത്തു. ഞാനിത് ഓപ്പൺ ചെയ്യട്ടെ. റോഷി ഹെൽപ്പ് അങ്ങനെ ഹെൽപ്പാക്ക്. ഒന്ന് ബാത്റൂമിനൊക്കെ പോയതിനെ കണ്ടില്ലല്ലോ. ഐസ്ക്രീം എടുക്കാം. ഇത് ഇപ്പഴേ ലാവിഷിലേക്ക് മുമ്പേയും ലാഭിക്കണ്ടേ? ലാവിഷ് എന്നെ പോലെ എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്.
മാറിക്കോ. കുരുവിയുണ്ട്. ബിരിയാണി ഇട്ടൂടെ പോലെ, ബിരിയാണി ഇട്ടൂടെ, ബിരിയാണി ഇട്ടൂടെ പോലെ. സാലഡ് നമുക്ക് കിട്ടില്ല. കൈയിട്ട് കഴിക്കണ്ട. ഇത് കഴിച്ചാല് റഷ്യൻ സാലഡ് പോലത്തെ ഞാൻ ഉണ്ടാക്കി കൊടുത്തേ. റഷ്യൻ സാലഡ് ഇത് കാണിച്ചില്ലേ? റാമിനെ കൈ ഉണ്ട് എന്നാ നാപ്കിൻ കൈ കൊണ്ടെത്തിക്കാ. എടുക്കണ്ട. ഷീന നമുക്ക് 2 കിട്ടി. ഇത് നോക്കി, ഇത് കോട്ടാണ്. ആ എങ്ങനെയുണ്ട്? सच बताइए क्या? इधर जाएगा कम कर देगा, बोलेगा. ില്ലേ ഷർട്ട് കുളിച്ചു ഇതെനിക്ക് ഭയങ്കരണ്ട്. ഒരു വലിയ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. രാവിലെ അപ്പൊ ബൈ ബൈ പറഞ്ഞിറങ്ങിയിട്ട് ഇപ്പോഴാണ് കയറാൻ പോണത്. പോയിട്ട് നേരത്തെ ഇറങ്ങിക്കണം. എങ്ങോട്ട് ബാഗ് അറേഞ്ച് ചെയ്യണം. എന്നിട്ട് കാണാം ഇവരുടെ ഫോൺ ഓൾറെഡി സ്വിച്ച് ഓഫ് ആയപ്പോ ഇവരുടെ ഫോൺ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഒരാൾ പട്ടിച്ചു കാണിക്കുന്നുണ്ട് അവിടെ ബാക്ക്ഗ്രൗണ്ടില്. അയ്യോ അപ്പൊ ഹായ് ഹലോ. ഞങ്ങളപ്പോ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ട്രാവൽ എസെൻഷ്യൽസ് വാങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അധികം ഷോപ്പിങ്ങിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഐ എം സോ സോറി. ചോദിച്ചു നമ്മൾ എന്തായാലും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടല്ലോ കുറച്ച്. അപ്പൊ അതിന്റെ ഒരു ഹോൾ വീഡിയോ കൂടി കാണിച്ചു തരാമെന്ന്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഒന്ന് ഹായ് പറയൂ. ഇവിടെ ഇരുന്നോ? ഇനി
ഫസ്റ്റ് ഞാൻ എതിലിൻ മേടിക്കൊരു കൊണ്ടല്ല ബേബിക്ക് വേണ്ടി ഒരു പാപ്പാങ്കി ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ മറ്റന്നാളെ ക്രിസ്മസ് ആണ്. ഇന്ന് 23 ആണ് കേട്ടോ ഡേറ്റ്. ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് ന്യൂ ഇയറും കഴിയുമായിരിക്കും. അപ്പൊ അവർക്കൊരു ചെറിയ ഫോട്ടോഷൂട്ടിന് വേണ്ടി അതിനകത്ത് സെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോ ഇത് എടുത്തു കഴിഞ്ഞാൽ 2 ഇയേഴ്സ് വരെ യൂസ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്രിസ്മസിന് കൂടി എടുക്കാലോ എന്ന് വെച്ചിട്ട് അതെടുത്തു. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ ട്രിപ്പിന് ഒന്നുമല്ല. പിന്നെ എനിക്കൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിത് എന്റെ ഫ്രെയിമും എന്റെ കണ്ണിനേക്കാൾ ഫേസിനേക്കാൾ വലുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എനിക്കൊരു അടിപൊളിയായിട്ട് തോന്നിയതുകൊണ്ട് അതെടുത്തു. പിന്നെ ദമീന അവൾക്കൊരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഓഫറിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാഷൻ സ്റ്റോറിൽ അത്യാവശ്യം ക്രിസ്മസ് ഓഫർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. പക്ഷെ എനിക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായില്ല. ഇവര് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു വിന്റർ കളക്ഷൻ ആയിട്ട് ഒരു റോളപ്പ് കോളറിന്റെ അതാണ് ഒരു റോളപ്പ് കോളർ ഉള്ള ഒരു വിന്റർ കളക്ഷൻ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ റമീന അവൾക്ക് വേണ്ടി ഇതൊരു ഹുഡീസല്ല, ഒരു ഇതേപോലെ ഒരു വിന്റർ കളക്ഷൻ. കാരണം നമ്മുടെ ട്രിപ്പില് നമ്മള് ഊട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലോ. പിന്നെ റെമിന് ഒരു ജാക്കറ്റ് ഒക്കെ ഇവിടെ നിന്ന് മേടിച്ചെന്താന്ന് വെച്ചാ നമ്മൾ പോകുന്ന വഴി ഓഫറും ഉണ്ടായിരുന്നു. നല്ല ഓഫർ പ്രൈസിലാണ് കിട്ടിയത്. പിന്നെന്താന്ന് വെച്ചാ ഇനി ഊട്ടി പോകുന്ന വഴി നമുക്ക് ഇവർക്ക് കുട്ടികൾക്ക് എടുക്കാണ്ട് പോയി അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതെടുത്തു. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനത്തെ കുറെ ടോപ്സ്, അതേപോലെ ഇങ്ങനെ കാണാൻ നല്ല രസമുള്ള നല്ല കുറെ ഭംഗിയുള്ള കളക്ഷൻസ്. അതിന്റെ പേര് നമ്മുടെ ബ്രോഡ്വേയില് കോമൺ സർപ്ലസ് ഡ്രസ് കിലോയിന് 777 എന്നുള്ള ഓഫറിൽ. ഇത് തന്നെയാണ് ആ ഷോപ്പിന്റെ പേര്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഈ ക്ലോത്ത്, പിന്നെ ഇത് മേടിച്ചു. അവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഗമീന കുറെ സാധനങ്ങൾ മേടിച്ചു. അവൾക്കൊരു 1000 സംതിങ് വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ മേടിച്ചു, എനിക്ക് കറക്റ്റ് 700 വന്നു. ഞാൻ മേടിച്ച സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ. ആൻഡ് ക്ലോത്ത് ഒക്കെ അടിപൊളി. പിന്നെ ചെറിയ ഡാമേജ് ഒക്കെ ഏതെങ്കിലും ഡ്രസ്സിലൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കി വാങ്ങണം. നമ്മുടെ ബ്രോഡ്വേയില് തന്നെ കാണും. എനിക്ക് ഭയങ്കര ഇതിന്റെ കളർ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഉള്ളത് പിന്നെ ഞാനില്ലേ ഞാന് 2 ലിപ്സ്റ്റിക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഷുഗറിന്റെ ഒരു ലിപ്സ്റ്റിക്കും ജസ്റ്റ് ഹെർബ്സിന്റെ മിനി ലിപ്സ്റ്റിക്സും. ഇതൊരു ട്രാവൽ പാക്ക് പോലെ ഉള്ളതാണ്. ഇത് കുറെ ഓഫ് ഷെയ്ഡ്സ്, എല്ലാം ഓഫ് ഷെയ്ഡ്സ് ആണ്. ഇതിൽ അത്യാവശ്യം ഇതായിട്ട് കാണിക്കുന്ന റെഡ്, പിന്നെ ഉള്ളതൊക്കെ ഓഫ് ഷെയ്ഡ്സ്. ഇതേപോലെ ഒരു മിനി ലിപ്സ്റ്റിക്സ് ഞാൻ ഷുഗറിന്റെ മുമ്പ് മേടിച്ചിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡ്രൈ ആയിട്ടുണ്ടാകും. പക്ഷെ ഇത് അതുപോലെയല്ല, ഇത് അടിപൊളിയാണ്. അപ്പൊ ഈ ഷെയ്ഡ്സ് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മറ്റേ സീരീസ് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ ട്രാവൽ എസെൻഷ്യൽസ് ആയിട്ട് മേടിച്ച്. പിന്നെ എന്തൊക്കെയാ പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ മറ്റേ ഗാഡ്ജറ്റ്സ് കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇത് അച്ചൂടാ ഇതെന്താന്ന് വെച്ചാൽ കാറിന് വീഡിയോ എടുക്കാൻ വേണ്ടി അത് ഒന്ന് മേടിച്ചു. പിന്നെ എനിക്ക് ചാർജർ ഉണ്ടായില്ല, അത് മേടിച്ചു. ഹെഡ്സെറ്റ് മേടിച്ചു. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഓൾമോസ്റ്റ് നമ്മൾ ഇവിടുന്ന് സെറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ, നമ്മുടെ ഒരു ട്രാവൽ എസെൻഷ്യൽസ് പർച്ചേസ് ചെയ്ത ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും സമയം കുറേ ലേറ്റ് ആയി. നൈറ്റ് നമുക്ക് ഏർലി മോർണിംഗ് ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. നമ്മുടെ വീഡിയോസ് എല്ലാം സീരീസ് ആയിട്ട് വരും.
നമ്മുടെ ട്രിപ്പ് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ മറക്കരുത്. അപ്പോ യെസ്, ബൈ ബൈ. Bye-bye. Clear and take care. Bye-bye. പാവം എതിലിനില്ലേ ഇന്ന് കൊറേ വീണു അവളുടെ ഇവിടെ നിന്നിട്ട്. അവൾക്ക് ഭയങ്കരമായിട്ട് കൊറേ വീണു. മറ്റേ ഇപ്പോഴും എന്തോ എവിടെയൊക്കെ ആൾക്ക് തന്നെ ശ്രദ്ധയൊന്നുമില്ല, തട്ടി അല്ലെങ്കിൽ തല ഇങ്ങനെ തട്ടി അങ്ങനെയൊക്കെ.